ലഹരി വിമുക്ത കൗമാരം ക്യാമ്പയിനുമായി വേൾഡ് മലയാളി കൗൺസിൽ. ക്യാമ്പയിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 1000 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വേൾഡ് മലയാളി കൗൺസിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ലഹരി വിമുക്ത കൗമാരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വേൾഡ് മലയാളി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ എറണാകുളം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ KS മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. ചാരായം പിടിക്കുക, വീട്ടിൽ വൈൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കർണാടകയിൽ നിങ്ങോട്ട് മദ്യം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ 10 കൊല്ലം തടവ്, 1 ലക്ഷം രൂപ പിഴയാണ്. 10 കൊല്ലം തടവാണ്. പക്ഷേ കഞ്ചാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1 കിലോ വരെ 6 മാസം തടവോ 10,000 രൂപയോ. 1 കിലോ വരെ ന്യായമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് 1 കിലോയുടെ ആവശ്യമില്ല. വിൽക്കുന്ന ആൾക്ക് 1/2 കിലോ കൈവശം വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം അയാൾക്ക് 6 മാസം തടവോ 10,000 രൂപയേ ഉള്ളൂ. അയാൾ ഒരു കേസിൽ പെട്ടു. ഒരു കേസിൽ പെട്ട ആളുടെ വീട്ടിൽ നമുക്ക് മന്ത്രിമാരെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ എന്തിനു വയ്ക്കുന്നില്ല, സർവൈലൻസിന് വയ്ക്കുന്നില്ല. അവൻ പിന്നെയും ചെയ്യും. ചിലപ്പോൾ പിടിക്കപ്പെടുന്ന അടുത്ത 15ാമത്തെ പ്രാവശ്യമായിരിക്കും. ആ ബാക്കി 14 പ്രാവശ്യവും അവന് വിറ്റ പൈസ അവൻ്റെ കിട്ടുന്നുണ്ട്. അവന് ഈസി ആയിട്ട് 6 മാസത്തെ തടവ് കോടതി കൊടുക്കാറില്ല. ഇതിനൊന്നും തടവ് കൊടുക്കാറില്ല, പിഴ കൊടുക്കാറില്ല. പിഴ തന്നെ പല കോടതികളും 10,000 കൊടുക്കാറില്ല, 5,000, 3,000 ഒക്കെ കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ പണ്ടത്തെ അവസ്ഥയിലല്ല. ക്രൈം വന്നു, ഇപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ, എൻ്റെ പേരിൽ ക്രൈം എടുത്തു, എൻ്റെ 100 ഗ്രാം കഞ്ചാവ് ഉള്ളായിരുന്നു. സോ ഐ എം റെഡി ടു പേ ദ ഫൈൻ. ഞാൻ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീർന്നിട്ടില്ല. എൻ്റെ ക്രൈം അവിടെ കഴിഞ്ഞെങ്കിലും ക്രിമിനൽ എന്നുള്ള എൻ്റെ റെക്കോർഡ് അവിടെ കാണും. പിന്നീട് ഞാൻ PCCക്ക് പോകുമ്പോഴത്തേക്കും PCC വിൽ ബി റിജക്റ്റഡ്. അങ്ങനെ ഇപ്പം ഇഷ്ടംപോലെ കുട്ടികൾക്ക് എഞ്ചിനീയറിങ്ങിലും ഈ കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ PCC കിട്ടാതെ പാസ്പോർട്ട് ഇല്ലാതിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഡേറ്റാബേസ് ഒരുമിച്ച് കോമൺ പൂൾ ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാകും. കുട്ടികൾ ഒരുപാട് പേർക്ക് പാസ്പോർട്ട് കിട്ടാതെ പോകുന്നുണ്ട്. പാസ്പോർട്ട് കിട്ടാൻ മാത്രമല്ല, ഗവൺമെൻറ് ജോബ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ പല കമ്പനികളിലും. അത് ഇപ്പോൾ ഇനി കുറേ ഈ കേസുകൾ വരുന്നവർ പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്, കേസ് ചെറുതാണെങ്കിലും ക്രൈം തീരും അവിടെ. ഞാൻ അടച്ചു തീർത്ത് പിന്നെ കോടതിയിൽ പോകണ്ട, ഒന്നും പോകണ്ട. പക്ഷേ ഇതൊരു വിഷയം ലൈഫിലെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് വീടുകളിലാണെങ്കിലും അച്ഛനും അമ്മയും മദ്യപിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പിള്ളേരെ എടുക്കുള്ളൂ. അച്ഛൻ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നുണ്ടെങ്കിൽ പത്രം വായിക്കുക. അയ്യോ, അച്ഛൻ അപ്പുറം ഇരുന്ന് എന്തെങ്കിലും ഒരു ഞായറാഴ്ചയല്ലേ ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വരുമോ? അച്ഛൻ മദ്യം ഇത് ഭാഗമാണ്. തുടർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന കൗൺസിൽ സമ്മേളനം വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. WMC സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് കുഴിക്കാലയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വിമൻസ് ഫോറം ഇന്ത്യ റീജിയൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലൈല അഷ്റഫ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് KP കൃഷ്ണകുമാർ, ഗ്ലോബൽ ട്രഷറർ ബാബു തങ്ങളത്ത്, സംസ്ഥാന സെക്രട്ടറി TR ദേവൻ, സെൻട്രൽ പ്രൊവിഷൻസ് ചെയർമാൻ മാത്യു പോൾ, KV ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന കൗൺസിൽ ചെയർമാനായി അഡ്വക്കേറ്റ് KV സാബുവിനെയും ട്രഷററായി ഐഷ മുഹമ്മദിനെയും വിമൻസ് ഫോറം സംസ്ഥാന കോർഡിനേറ്ററായി രജിത ജസ്റ്റിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.